ക്ഷേത്രങ്ങളിലൂടെ എന്ന പരമ്പരയിൽ മന്ത്രകോടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് കോട്ടയത്തെ പ്രശസ്തമായ മാങ്ങാനം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. അതിന്റെ മത്സ്യത്തിൽ നിന്ന് വന്ന മാങ്ങാനത്ത് ദേവൻ. കോട്ടയം പട്ടണത്തിന്റെ കിഴക്കേ അരികു ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് മാങ്ങാനം. ഈ ദേശം ഒരു കാലത്ത് ഒരു ബ്രാഹ്മണ സങ്കേതമായിരുന്നു. ഒരു കാലത്ത് ഇവിടെ പെരുന്താനം എന്നൊരില്ലം ഏറ്റവും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു വന്നിരുന്നു. ധനം എന്നതുപോലെ സന്താന ഭാഗ്യവും അധികമായി ഈ ഇല്ലത്തെ അനുഗ്രഹിച്ചിരുന്നില്ല. ആ ഇല്ലത്തോട് അടുത്തായിട്ട് ധനാഢ്യനായ ചെറുവള്ളി നായരുടെ കുടുംബവും താമസിച്ചിരുന്നു. എന്തോ കാരണം നിമിത്തം ഈ രണ്ടു കുടുംബങ്ങളും തമ്മിൽ വിരോധത്തിലായിരുന്നു. പെരുന്താനത്തില്ലത്തു നിന്ന് അല്പം കിഴക്ക് തെക്കുമാറിയാണ് പരുത്തൂർ ക്ഷേത്രം. അന്നത് പെരുന്താനം വകയായിരുന്നു. സന്ധ്യയ്ക്ക് അവിടെ ഒരു വിളക്ക് വയ്ക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അവിടെ അന്ന് പുരുഷന്മാരായി തോലിട്ട ഒരു ഉണ്ണി, അതായത് സമവർത്തനം കഴിയാത്ത കുട്ടി മാത്രമായി ശേഷിച്ച കാലത്തും വിളക്ക് വയ്പ് മുടങ്ങിയിരുന്നില്ല. ഒരു ദിവസം ആ തോലിട്ട ഉണ്ണി സന്ധ്യയ്ക്ക് പരുത്തൂർക്ക് പോയി വിളക്ക് വെച്ചിട്ട് തിരിച്ച് ഇല്ലത്ത് വന്നു. നിത്യകർമാദികൾ നടത്തി ആഹാരത്തിനിരുന്നു. ഊണ് പകുതിയായപ്പോൾ പാടത്ത് വേലയെടുപ്പിക്കാൻ പോയിരുന്ന ചെറുവള്ളിക്കാരണവർ പെരുന്താനത്ത് പടിക്കൽ വന്ന് ഉണ്ണി തീണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, കുളിക്കാതെ ഭക്ഷണം കഴിച്ചു തുടങ്ങി എന്ന് എനിക്ക് മനസ്സിലായി. തന്മൂലം ഉണ്ണി പൃഷ്ഠനായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അപ്പോൾ തന്നെ മറ്റുള്ള ഇല്ലങ്ങളിലും ഈ വിവരമറിയിച്ചു. ഉടനടി മറ്റില്ലക്കാർ ഒത്തുകൂടി ആലോചിച്ചു. അന്ന് തന്നെ പെരുന്താനത്തുകാർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുകയുണ്ടായി. പെരുന്താനത്ത് ഉണ്ണി പിന്നീട് ഇല്ലത്ത് താമസിച്ചില്ല. പിറ്റേ ദിവസം കേരള ചക്രവർത്തിമാരുടെ ആസ്ഥാനമായ തിരുവള്ളിക്കുളത്തേക്ക് യാത്രയായി. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു ദിവസം ചക്രവർത്തിയെ മുഖം കാണിക്കാൻ ഉണ്ണിക്ക് അവസരം ലഭിച്ചു. ഉണ്ണി തന്റെ ദാരിദ്ര്യസ്ഥിതിയും തനിക്ക് നേരിടേണ്ടി വന്ന ഭ്രഷ്ടകാര്യങ്ങളും അദ്ദേഹത്തെ അറിയിച്ചു. ചക്രവർത്തി പറഞ്ഞു, ഇന്നിവിടെ വരുന്ന കാഴ്ചദ്രവ്യങ്ങളിൽ ആദ്യത്തേത് അങ്ങേക്ക് തന്നേക്കാം. വിധിയുണ്ടെങ്കിൽ അങ്ങേക്ക് അതുകൊണ്ട് ശ്രേയസ്സുണ്ടാകും എന്നരുളി ഉണ്ണിക്ക് സന്തോഷമായി. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിവിശിഷ്ടമായ ഒരു കാഴ്ചദ്രവ്യം ചക്രവർത്തിയുടെ മുന്നിലെത്തി. അതെന്താണെന്ന് നോക്കാതെ തന്നെ ഉണ്ണിയെ വിളിച്ച് കൊടുക്കുകയും ചെയ്തു. ഉണ്ണി അത് തന്റെ രാത്രികാല വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി മൂടിയിരുന്ന കെട്ടഴിച്ച് നോക്കിയപ്പോൾ അത്ഭുതം, അതൊരു വലിയ മത്സ്യമായിരുന്നു. മത്സ്യത്തിന്റെ വയറ് അധികമായി വീർത്തിരിക്കുന്നു. മത്സ്യത്തിന്റെ വയറ് ഉണ്ണി കീറിച്ചു നോക്കിയപ്പോൾ കിട്ടിയത് ഒരു വിഷ്ണു വിഗ്രഹം. മത്സ്യത്തെ കീറിയവരെ കൊണ്ട് തന്നെ വിഗ്രഹം കഴുകിച്ച് ശുദ്ധി വരുത്തി മാറ്റിവെച്ചിട്ട് മത്സ്യത്തെ കീറിയവർക്ക് തന്നെ ദാനം ചെയ്തു. നടന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം ചക്രവർത്തിയെ ധരിപ്പിക്കുകയും സ്വദേശത്തേക്ക് പോകുവാനുള്ള അനുവാദവും വാങ്ങിച്ചു. ചക്രവർത്തിയുടെ അനുവാദവും വാങ്ങിച്ച് ഉണ്ണി ഒരു ദിവസം സന്ധ്യാനേരത്താണ് മാങ്ങാനത്ത് എത്തിയത്. ആ സമയത്ത് ചെറുവള്ളി വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം അന്വേഷിച്ചു. പുരുഷന്മാർ ആരുമില്ല, അവരെല്ലാം പുറത്തു പോയിരിക്കുന്നു. സ്ത്രീജനങ്ങളെ അവിടെയുള്ളൂ എന്നറിഞ്ഞതോടെ ഉണ്ണി താൻ കൊണ്ടുവന്ന വിഗ്രഹം ആരുടെയും സമ്മതം പ്രതീക്ഷിക്കാതെ ചെറുവള്ളി വീട്ടിലെ അറയുടെ പടിയിൽ പടിഞ്ഞാറ് അഭിമുഖമായി വച്ചിട്ട് ഇറങ്ങിപ്പോന്നു. കൃഷിസ്ഥലങ്ങളിൽ പോയി നോക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന കാരണവർ അറപ്പടിയിലിരിക്കുന്ന ചൈതന്യയുക്തമായ വിഗ്രഹം കണ്ട് വിസ്മയത്തോടുകൂടി സ്ത്രീകളെ വിളിച്ച് കാര്യം മനസ്സിലാക്കിയ ശേഷം പ്രശ്നം വെച്ച് നോക്കിയതിൽ വണ്ണം വീട് പൊളിച്ചു മാറ്റി ക്ഷേത്രം പണിയിച്ച് പ്രസ്തുത വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കണമെന്നും അല്ലാത്തപക്ഷം ഉഗ്രമൂർത്തിയായ ഭഗവാൻ സർവ്വതും ഭസ്മമാക്കി കളയുമെന്നും കാണുകയാൽ അദ്ദേഹം അതിനുവേണ്ട ഏർപ്പാട് ചെയ്തു.
ചിലർ പറയുന്നത് വീടിരുന്ന സ്ഥലം ക്ഷയിച്ചു പോവുകയും അതിന് തൊട്ടു പടിഞ്ഞാറ് വശം ക്ഷേത്രം പണിയിക്കുകയും ചെയ്തുവെന്നാണ്. ക്ഷേത്രപണിയും പ്രതിഷ്ഠയും നടന്നതിനു ശേഷം ചെറുവള്ളി കുടുംബക്കാർ സ്ഥലം മുഴുവൻ ക്ഷേത്രത്തിലേക്ക് വച്ചൊഴിഞ്ഞു കൊടുത്തിട്ട് നാട് വിട്ടു. അക്കൂട്ടത്തിൽ പെരുന്താനത്ത് ഉണ്ണിയും തന്റെ വസ്തുവകകൾ ക്ഷേത്രത്തിന് നൽകി അംഗപ്രത്യക്ഷനായി. ഇങ്ങനെ നരസിംഹസ്വാമിക്ക് 2 കുടുംബക്കാരുടെ സ്വത്തുക്കൾ ലഭിച്ചു. ക്ഷേത്രം പണി നടന്നുകൊണ്ടിരുന്ന കാലത്ത് പാലക്കാട് മലക്കാരനായി ഒരു നമ്പൂതിരി മാങ്ങാനത്ത് ശ്രാദ്ധത്തിനായി വരികയുണ്ടായി. കോർപ്പള്ളി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇല്ലപ്പേര്. ശ്രാദ്ധം കഴിഞ്ഞ് ഉച്ചയോടുകൂടി വിഗ്രഹം തൽക്കാലം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബാലാലയത്തിൽ ഒന്ന് വിശ്രമിച്ചു. ശ്രാദ്ധത്തിന് കിട്ടിയ അട അദ്ദേഹം സമീപത്ത് വെച്ചിരുന്നു. ഈ സമയത്ത് ആരോ വന്ന് ആ അട എനിക്ക് തരാമോ എന്ന് ചോദിച്ചതായി അദ്ദേഹത്തിന് തോന്നി. ഉണർന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. വീണ്ടും അദ്ദേഹം ഒന്ന് മയങ്ങി. അപ്പോഴും പഴയപടി ആരോ വന്നു, ആ അട എനിക്ക് തന്നേക്കൂ, അടുത്തു നിൽക്കുന്ന ചെത്തിയിൽ പൂവുണ്ട്, സാധ്യായ കിണ്ടിയിൽ വെള്ളവും ഉണ്ടല്ലോ, നിവേദിക്കുക. അദ്ദേഹം മടിച്ചില്ല. നോക്കിയപ്പോൾ ചെത്തിയിൽ പൂവും കിണ്ടിയിൽ വെള്ളവുമുണ്ട്. അടനിവേദ്യം കഴിച്ച് അദ്ദേഹം എണീറ്റ് പോവുകയും ചെയ്തു. നിവേദിച്ച അട പണിക്കാർ എടുത്ത് തിന്നു. ക്ഷേത്രം പണി കഴിഞ്ഞ് പ്രതിഷ്ഠയും നടത്തിയതിനു ശേഷം നിത്യപൂജയ്ക്ക് ഒരാളെ നിയമിക്കാമെന്ന് വന്നപ്പോൾ കോർപ്പള്ളിയെ നിയമിക്കുക, അദ്ദേഹമാണ് എനിക്കിവിടെ വന്നിട്ട് അട തിന്നാൻ തന്നത് എന്നൊരു അശരീരിയുണ്ടായി. അങ്ങനെ മാങ്ങാനം ക്ഷേത്രത്തിലെ ശാന്തി കോർപ്പള്ളിക്ക് ഊരായ്മയായി കിട്ടി. അന്നു മുതൽ ഈ ആവശ്യത്തിനു വേണ്ടി കോർപ്പള്ളി ഇല്ലത്തെ ഒരു ശാഖ മാങ്ങാനത്ത് താമസിക്കാനും തുടങ്ങി. മാങ്ങാനം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ വൃത്താകൃതിയിലാണ്. ചുമർ ചിത്രങ്ങൾ പ്രാചീന കലാ മാതൃകകളും മനോഹരവുമാണ്. നടരാജ നൃത്തം, പാലാഴി മദനം, ദശാവതാരം, വേണുഗാനം, രാമായണം, നരസിംഹാവതാരം തുടങ്ങിയവ പ്രധാനം. ശിവൻ, ശാസ്താവ്, ഗണപതി ഇവയൊക്കെ ആണ് ഉപദേവന്മാർ. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി ചതുർബാഹുവായ വിഷ്ണു ആണെങ്കിലും പ്രഹ്ലാദ സ്തുതിയാൽ സന്തുഷ്ടനായ നരസിംഹമായിട്ടാണ് സങ്കല്പം. ഈ ക്ഷേത്രത്തിലെ ആട്ടവിശേഷങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് മകരമാസത്തിൽ തിരുവോണം ആറാട്ടോടുകൂടി അവസാനിക്കുന്ന 8 ദിവസത്തെ ഉത്സവമാണ്.